ഈ പോലീസ് ആണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. അവനെ ആക്രമിച്ചുകൊണ്ട് അവന്റെ ബോധം പോയി കിടക്കുന്ന റിബിനെ ഒന്ന് എടുത്തു മാറ്റാൻ വരെ സംരക്ഷിക്കാതെ SFIക്കാർക്ക് കുടപിടിക്കുന്ന SFIക്കാർക്ക് നാഷ്ടപ്പണി എടുക്കുന്ന ഒരു പോലീസുകാരെ ഇവിടെയുള്ളത്. കാരണം നിങ്ങൾക്ക് വ്യക്തമായി നോക്കിയാൽ മതി, അവിടെയാണ് റിബിനുള്ളത്. ആ പോസ്റ്റിന്റെ അടിയിൽ റിബിനെ പുറത്ത് കൊണ്ടുവരവരെ അനുവദിക്കാത്ത പോലീസ്. ആ പോലീസ് ആണെങ്കിൽ ഈ SFIക്കാർക്ക് സംരക്ഷിക്കുന്ന അവസ്ഥ. ഇത് കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത്, പിണറായി വിജയന്റെ ജില്ലയിലാണ് നടക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് നടക്കുന്നത്. ഇത്ര വലിയ ജനാധിപത്യ സംസ്ഥാനം നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിലെ പൗരന്മാർ മുന്നോട്ട് പോകുക? കൂട്ടിട്ട് പോയിക്കോ, ഞങ്ങൾ ഒരാളും പിടിച്ചു വെച്ചില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ പോലീസ് SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ KSU നേതാക്കന്മാര് മീഡിയസിനെ കൂട്ടി വന്നു. ഇവിടെ പോലീസിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കി സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ SFI പ്രവർത്തന തലക്ക് പരിക്കേറ്റ് ഇപ്പൊ ആശുപത്രി ഉണ്ടാവും, ജനറൽ ആശുപത്രി പോയി ഇപ്പൊ കാണാം. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. ഇപ്പോൾ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് പോലീസ് പറ്റുന്ന പോലെ നന്നായിട്ട് നടത്തി. എന്നിട്ടിപ്പോൾ വീണ്ടും പറയുന്നു ഇവിടെ SFI സംഘർഷം ഉണ്ടാക്കും. സംഘർഷം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് KSUവിന്റെ നേതാക്കന്മാർ, ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും മനഃപൂർവ്വം വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വിധത്തിലുള്ള KSU പ്രവർത്തകർ പോലും ഈ ക്യാമ്പസിലില്ല. ആ നിലയിലാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ സംഘർഷത്തിന്റെ ഭാഗമായി SFIയുടെ നേതാക്കന്മാർക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ പറയുന്ന കേട്ടൊന്നു വേട്ടക്കാരനും ഇരയും എല്ലാം അവരായി തീരുകയാണ്. അതിനോടൊപ്പം നിങ്ങളും കൂടുന്നു. നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നായിരുന്നു നല്ല ധാരണ എനിക്കുണ്ട്. ആ വിളിച്ചുകൊണ്ടുവരുന്ന നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ അകത്തൊരു ധാരണ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളിൽ സമാധാനപൂർവ്വമായിട്ട് ഒരു പ്രതിഷേധ സമരം നടക്കുന്നതിനിടെയാണ് ഇവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. ഞാൻ കോളേജിലുള്ള ആളല്ല, ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഇതിനുള്ളിലൊന്നും ഉണ്ടായില്ല, ഞാൻ പുറത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുള്ള പോലെ തന്നെ ആ പ്ലേസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൻ്റെ അതൊന്നും ഏതോ ഒരു KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ അകത്ത് പിടിച്ചു വെച്ച് മർദ്ദിക്കുകയാണെന്നുള്ളതാണ് KSUവിന്റെ. അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് പരിശോധിക്കാം, ഒരു വിഷയമില്ല. അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് പരിശോധിക്കാം, അങ്ങനെ നിലയൊന്നുമില്ല. എന്തായാലും കണ്ണൂർ ഗവൺമെന്റ് ITIയിലാണ് SFIയും KSU പ്രവർത്തകരും തമ്മിൽ പരസ്പരം KSUവിന്റെ ഇവിടെയുള്ള യൂണിറ്റ് പ്രസിഡന്റാണ് ഇത്തരത്തിൽ